ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രഗ്നൻസി വ്ലോഗിനെ കുറിച്ചിട്ടാണ്. വ്ലോഗ് അല്ലെങ്കിൽ വീഡിയോസ്, അത്തരത്തിലുള്ള വീഡിയോസ് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് ഒരു ട്രെൻഡാണ്. പ്രഗ്നൻ്റ് ആയതിനു ശേഷമുള്ള വയറും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒട്ടുമിക്ക സെലിബ്രിറ്റീസും അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരും അത് ഇൻസ്റ്റയിലാവട്ടെ യൂട്യൂബിലാവട്ടെ എല്ലാത്തിലും സജീവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ അഭിശ്രീ, അറിയാമായിരിക്കുമല്ലോ, ബിഗ് ബോസിലൊക്കെ ഈ കഴിഞ്ഞ സീസണിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു ആളാണ് അഭിശ്രീ. ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയൊക്കെ വൈറലായിട്ട് ബിഗ് ബോസിൽ എത്തിയൊരു വ്യക്തിയാണ്. പുള്ളിയും പുള്ളിയുടെ വൈഫും കൂടിയുള്ളൊരു ഫോട്ടോഷൂട്ട് ഇപ്പോൾ അടുത്ത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വൈറലായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് അത് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒത്തിരി ഹേറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അൺസബ്സ്ക്രൈബ് ചെയ്യണം, ഇനി ഇവരുടെ വീഡിയോ കാണരുത്, ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് വെറും വെറുപ്പാണ്, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ കമന്റ് ഇടുന്നത്. എന്താണ് ആ ഫോട്ടോ എന്നുള്ളതും ആ വീഡിയോ എന്നുള്ളതും നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു വീഡിയോ. ഇതിന്റെ താഴെ വന്ന കുറച്ച് കമന്റുകൾ നമുക്ക് വായിക്കാം. ജിസേലിനെ കുറ്റം പറഞ്ഞ് പുണ്യാളൻ. ഈ ജിസേലിന്റെ വസ്ത്രധാരണം ബിഗ് ബോസിലെ റിയാലിറ്റി ഷോയിൽ ആൾക്കാർ കാണുന്നതാണ്, കുട്ടികളെ കാണുന്ന പ്രോഗ്രാമാണ് എന്നൊക്കെ ഷാനവാസും മറ്റുള്ളവരും കമന്റ് ചെയ്ത സമയത്ത് അതിലൊരു പങ്ക് നമ്മുടെ അഭിശ്രീ വഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കമന്റ് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. ആ ഒരു വീഡിയോ ഇവിടെ തപ്പിപ്പിടിച്ച് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. ഞാൻ ഒത്തിരി സെർച്ച് ചെയ്ത് തപ്പി നോക്കി, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കമന്ററി പുള്ളിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ബിഗ് ബോസ് കണ്ട ആൾക്കാർക്കറിയാം. ഇത് കുറച്ച് ഓവറായി എന്ന അഭിപ്രായമാണ്. ഇത്രയും വേണ്ടായിരുന്നു. അമ്മയാവുക എന്നത് ഒരുപാട് മഹത്വമുള്ള കാര്യമാണ്. ദയവായി ഇത്രയും അധംപതിക്കരുത്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് എന്താണ് ഇത്രയധികം അധംപതിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല. ഒരുപാട് പേര് ഈ കാലഘട്ടത്തിൽ ഈ 2026 ഈ ഒരു സമയത്ത് ചെയ്യുന്ന ഫോട്ടോഷൂട്ട് തന്നെയാണ് ഒരമ്മയുടെ വയറ്, ആ അമ്മയുടെ വയറിനുണ്ടായ മാറ്റങ്ങൾ, ആ ഒരു സ്കാറും കാര്യങ്ങളും എല്ലാം കണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളല്ലാതെ പ്രത്യേകിച്ചൊന്നും എനിക്കതിൽ നോട്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്ലീവ്ലെസ് പോലുള്ള ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ആ പുള്ളിക്കാരി ഇടാറില്ലാത്തതൊന്നുമല്ല. വയറ് അത്രയധികം പ്രദർശിപ്പിച്ചു എന്നുള്ളതും കൂടാതെ അതിനകത്ത് അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ചെയ്യുന്ന പോലുള്ള ചില ആക്ഷൻസ് തൊടലും തലോടലുമായിട്ട് ആ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് ആൾക്കാർ കണ്ടിട്ടുള്ള മിസ്റ്റേക്ക്. ഇപ്പോൾ എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ഒരുപാട് വീഡിയോസും എനിക്കങ്ങനെ നെഗറ്റീവ് തോന്നാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു പോസ്റ്റിനകത്തോ ഒരു വൾഗാരിറ്റിയോ മറ്റോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിൻ്റെ ഇതിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ കുറേ പുറകോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ആരുടെയും വസ്ത്രധാരണത്തിനെതിരല്ല, ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്ന കാര്യമാണ്. അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം മാന്യമാണെങ്കിൽ, അത് അവർക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ, മറ്റൊരാൾക്ക് അസഹനീയം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് അവർ ധരിച്ചോട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആരുടെയും വസ്ത്രത്തിന് കുറ്റം പറയാൻ പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ കൂടെ തന്നെ വേറൊരു ബ്ലോഗർ മാളവികയാണോ മനീഷോ അങ്ങനെ ഏതോ ഒരാളും കൂടെ പ്രഗ്നൻസി ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഇതേമാതിരി ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടില്ല. അത് അവരുടെ ബുദ്ധിപൂർവ്വമായ നീക്കമായിരുന്നു. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഈ സാധനങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അതിലുള്ളത്. അതുകൊണ്ട് അതിൽ ഒട്ടുമിക്ക ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ്സ് ഇടാനുള്ള സാധ്യത കുറവാണ്. നെഗറ്റീവ് കമൻറ്റ്സ് അങ്ങനെ കണ്ടിട്ടുമില്ല ആ ഒരു പോസ്റ്റിന് താഴെ. പക്ഷേ ഇത് യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നതുകൊണ്ടും ഒരുപാട് പിന്നോക്കം നിന്ന് ചിന്തിക്കുന്ന പ്രായമായ അമ്മാവന്മാരും അമ്മായിമാരൊക്കെ ഉള്ളതുകൊണ്ടും അവർക്ക് ഇത്തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ദഹിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കപ്പിൾസ് ആയിരുന്നു, പക്ഷേ ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ ഇത് കുറച്ച് ഓവറായിപ്പോയി. ഒരു അമ്മ ആകുന്നത് ദൈവികപരമായ കാര്യമാണ്. അത് ഇത്രയും മോശമായ രീതിയിൽ കാണിക്കരുതായിരുന്നു. വെരി ബാഡ്. ഞാൻ പറഞ്ഞ വ്യക്തിനെ കിട്ടി. ഞാൻ ആരെയും ന്യായീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇവിടെ പറയുന്നതിന് മുമ്പ് ആ യൂട്യൂബർ മനീഷ് വിഷ്ണുവിൻ്റെ പോസ്റ്റ് നോക്കൂ. മനീഷ് വിഷ്ണു, അതാണ് മാളവിക അല്ല, മനീഷ് വിഷ്ണു. അവരുടെ പോസ്റ്റ് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റയിൽ അവരിട്ടത് സെയിം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബ്ലാക്കാണ് അവർ വെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു
സ്പോർട്സ് ബ്രാ പോലത്തെ ഡ്രസ്സ്, ഷോർട്ട് ക്രോപ്പ് ടോപ്പ്, ബ്ലാക്ക് പാൻറ് തന്നെയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. മറ്റവന് ടീഷർട്ട് പോലും ഇല്ല. അങ്ങനെയുള്ളൊരു പോസ്റ്റാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഇൻസ്റ്റയിൽ വന്ന കമൻസും കാര്യങ്ങളൊക്കെ ഒരുവിധം പോസിറ്റീവ്സ് ആണ്. ഇവരിത് യൂട്യൂബിനകത്ത് ഇട്ടുകൊണ്ടാണ് ഇത്രയധികം നെഗറ്റീവ് കിട്ടുന്നത്. വമ്പൻ നെഗറ്റീവാണ് സ്പ്രെഡ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബർ ലോസ് ഉണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം ഇല്ലാണ്ടില്ല. കാരണം ഒത്തിരി പേര് അങ്ങനെ പറയുന്നത് കണ്ടു കമൻറ്റ് തന്നെ. ഞാനിത് കണ്ട പാടെ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ജീൻസിന് ഹുക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കാമായിരുന്നു. ഇത്രയും ചെയ്തല്ലേ. ഈ പുള്ളിയും അങ്ങ് ബിഗ് ബോസിൽ ജിസൈലിൻ്റെ വസ്ത്രത്തിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, മാന്യ പ്രേക്ഷകർ കാണുന്ന പരിപാടിയാണ്, ഇങ്ങനത്തെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ധരിക്കുന്നത് മോശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിസൈൽ അതിനകത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന വസ്ത്രങ്ങളായിരുന്നു. അതായത് നമ്മളൊരു ട്രൗസർ ഇട്ട് കഴിഞ്ഞാലും ഉള്ളിൽ ഷഡ് ഇടാതെ ഒരു ട്രൗസർ വല്ലാതെ ടൈറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പിൻവശവും ഫ്രണ്ട് വശവും ഒക്കെ വല്ലാണ്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വസ്ത്രങ്ങളായിരുന്നു ജിസൈൽ അധികവും ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇവർ പ്രൊജക്റ്റ് ചെയ്യാൻ പാകത്തിനൊന്നും ധരിച്ചിട്ടില്ല. ആകെ കാണുന്നത് ആ ഒരു വയറ് മാത്രമാണ്. നാട്ടുകാർ മുഴുവൻ കണ്ടാലും കുഴപ്പമില്ല, ക്യാഷ് മതി. നാണവും മാനവും വില കൊടുത്തെങ്കിലും വാങ്ങും. നിങ്ങളെ രണ്ടുപേരെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ ഈ ഡ്രസ്സ് വളരെ മോശമായിപ്പോയി. ലോകത്തിലെ ആദ്യത്തെ ഗർഭമാണല്ലോ, എന്ത് കാണിച്ചാലും അതിനൊക്കെ ലൈക്ക് അടിക്കാൻ കുറേ എണ്ണവും. ഇതിനൊക്കെ എന്തിൻ്റെ കേടാണ്? ഇവരെയൊക്കെ വളർത്താനും നമ്മുടെയൊക്കെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് കാരണമായ രംഗം എന്തുകൊണ്ട് ഷൂട്ട് ചെയ്ത ആളുകളെ കാണിക്കുന്നില്ല? വെരി ബാഡ്. വളരെ മോശമായ ചീപ്പായൊരു വൃത്തികെട്ട ക്വസ്റ്റ്യനാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇത് ചെയ്ത ഒരു പ്രോസസ്സ് എന്തുകൊണ്ട് കാണിക്കുന്നില്ല? അതെന്തിനു കാണിക്കണം? അത് അവരുടെ ലൈംഗികതയാണ്. ഈ കാണുന്നത് അവരുടെ ലൈംഗികതയല്ല. രണ്ടും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അതുപോലെ മനസ്സിലാക്കാണ്ട് ഈ വക കമൻ്റ് ഇടുന്നത് വലിയ തമാശയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ വളരെയധികം നോൺസെൻസ് ആണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ പേരും മ്ലേച്ഛം. ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഇട്ട ഡ്രസ്സിൻ്റെ മുകളിൽ ഒരു ഷാൾ കൂടെ ഇടും നാട്ടുകാർ കാണുന്നതിന്. അതൊരു സംരക്ഷ. ഇതൊരുമാതിരി ലോകം മൊത്തം കാണാൻ. ഇത് അമേരിക്ക ഒന്നുമല്ല. ഈ ചിന്താഗതി കൊണ്ടാണ് കുറേയൊക്കെ നമ്മൾ പുറകോട്ട് തന്നെ നിൽക്കുന്നത്. ഇത് അമേരിക്കയല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് അമേരിക്കയല്ല എന്നുള്ളൊരിതിലേക്ക് വന്നത്. നമ്മളെ കയ്യിലിരിക്കുന്ന ഈ ആൻഡ്രോയിഡ് ഫോൺ നമ്മൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ സാധനമൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അമേരിക്കയും ചൈനയൊക്കെയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇത് കിട്ടിയ സമയത്ത് നമ്മളത് സുലഭമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പരിപാടികൾ സജീവമാണ്. അതല്ലാണ്ട് തന്നെ വസ്ത്രത്തിലാവട്ടെ, ഭക്ഷണത്തിലാവട്ടെ, നമ്മുടെ ഫുഡിലും അമേരിക്കൻ ചൈനീസ് ഫുഡും കാര്യങ്ങളൊക്കെ അധിനിവേശം ചെയ്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഇപ്പോൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ആദ്യം കഴിക്കുക ചിലപ്പോൾ KFC, ചിക്കൻ, മന്തി, ഈ വക സാധനങ്ങളിലേക്കൊക്കെ ആയിരിക്കും. കേരളത്തിൻ്റെ സംസ്കാരം മറ്റും നിലർത്തിയിട്ട് നമ്മൾ കയറിപ്പോയിട്ട് വേഗം സാമ്പാറും ചോറും അല്ല തിന്നുന്നത്, സദ്യയല്ല ഉണ്ണുന്നത്, പായസമല്ല കുടിക്കുന്നത്. നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ വസ്ത്രത്തിലും ഫുഡിലൊക്കെ അതിൻ്റെതായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കയ്യിൽ യൂസ് ചെയ്യുന്ന വാച്ച് ആവട്ടെ, ടെക്നോളജീസ് ആവട്ടെ, എല്ലാ കാര്യങ്ങളും, വീട്ടിലെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഈ വക എല്ലാ സാധനങ്ങളും കാലം പോകുന്നതിനനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. പക്ഷേ പോവാത്തത് ചില കാര്യങ്ങളിൽ മാത്രമുള്ള ചിന്താഗതികളാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഒരാളുടെ വസ്ത്രത്തിൽ അവരവരുടെ ഫോട്ടോഷൂട്ടിൽ അവരുടെ വയറ്, ഒരു അമ്മയാകാൻ പോകുന്ന വയറ്, ആ വയറിനകത്ത് ഒരു കുഞ്ഞായിരിക്കുന്നു, ഒരു കുഞ്ഞ് നല്ല ഭംഗി ഉണ്ടാവുന്ന, ജനിച്ചു വീണ ഓമനത്തൊന്നും ഒരു കുഞ്ഞ് അതിനെയാണ് ഇവർ ഈ കാണിക്കുന്നത്. അതുപോലും വേറൊരർത്ഥത്തിൽ കൊണ്ടുപോയിട്ട് മോശം പറയുക എന്ന് പറയുന്നത് എന്ത് ചീപ്പ് പരിപാടിയാണ്? ഇതിലും വൾഗറായിട്ടുള്ള ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ കാണാൻ വേണ്ടി പറ്റും. ഇത്രയും വലിയ വയറ് തന്നെ അവരുടെ താഴ്ഭാഗം ഷഡ്ഡി പോലും ഇടാതെ, പാൻറ്റീസ് പോലും ഇടാണ്ട്, ഈ വയറ് കൊണ്ട് തന്നെ ഫ്രണ്ട് വശം കവർ ചെയ്തിട്ട്, ഈ ചെസ്റ്റ് കൈകൊണ്ട് മാത്രം മറിച്ച് അത്രയും ന്യൂഡായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഗർഭസമയത്ത് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളതൊന്നും കാണാത്തത് കൊണ്ടാണ് ഇവർ ഇത്രയും നെഗറ്റീവ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നല്ല രീതിയിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട്, ഒരുവിധം കുടഞ്ഞ കാര്യങ്ങളോ പോസ്റ്റോ ഒന്നും യൂട്യൂബിൽ ഇടുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ആരാധനാപാത്രമായി തോന്നിയതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇത് കാണുമ്പോൾ തൊലി ഉരിഞ്ഞു പോകണം. എന്തൊക്കെ കാട്ടിക്കൂട്ടലാണ് ഇത് കാണുമ്പോൾ. ഇവരെ ഫാമിലിക്ക് എത്ര നാണക്കേടുണ്ടാവും. ഇത്ര ഓവറാക്കണ്ടായിരുന്നു. മറക്കണം. ഭാവിയിൽ ഇത് കാണുമ്പോഴും പോറാണ്. വലിയ ഗൗൺ ഇട്ടുകൂടെ? ഇനി വയറ് കാണണമെന്ന് പറഞ്ഞ് ആരും വീട്ടിലേക്ക് വരണ്ട. ഇഷ്ടമുള്ള കപ്പിൾസ് ആയിരുന്നു ഈ വീഡിയോ വേണ്ടായിരുന്നു. വളരെ മോശം. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഒത്തിരി പേര് പറയുന്നുണ്ട് നെഗറ്റീവാണ് കൂടുതലും. ഇഷ്ടപ്പെട്ടില്ല, അൺസബ്സ്ക്രൈബ് ചെയ്തു, ഇത് വേണ്ടായിരുന്നു. അത് അവരുടെ താല്പര്യങ്ങളാണ്. ഒരു സബ്സ്ക്രൈബർ എന്ന നിലയിൽ ഇവരെ കണ്ട ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിയ സമയത്ത് അവർക്കുണ്ടായ ഒരു ഷോക്കാണ് അവരെ കൊണ്ട് ഇങ്ങനെ കമൻറ്റ് ഇടിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. എന്താണെങ്കിലും ഇതിൽ അത്ര വലിയ വൃത്തികേടോ മോശമോ ഒന്നുമില്ല. അവരുടെ ലൈഫിൽ എന്നും ഓർമ്മിക്കാൻ പറ്റുന്നൊരു മൊമെൻറ്റ് അത് അവർ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തു. ഇതിൽ വലിയ വൃത്തികേടോ ഒന്നുമില്ല. സോ അവരൊരു പ്രഗ്നൻറ്റ് ലേഡിയാണ് എന്നും കൂടെ ചിന്തിക്കുക. ഈ കമൻസൊക്കെ വായിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ചിന്തിക്കുക. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ നേരത്ത് കൂടുതൽ സ്ട്രെസ്സോ കാര്യങ്ങളോ കൊടുക്കാതിരിക്കാൻ നമുക്കൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.